പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 55-ാം വാക്യം. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ചത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇതാ ഹല്ലേലൂയ, ഒരു മരിച്ച കുട്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ചവൾ ജീവനിലേക്ക് മടങ്ങി വന്നപ്പോൾ യായിറോസിൻ്റെ വീട്ടിൽ നടന്ന ഈ ഒരു അത്ഭുതം അവളുടെ അമ്മയപ്പന്മാർക്ക് അത്ഭുതമായിരുന്നു, വിസ്മയം ഉണ്ടാക്കുന്നതായിരുന്നു. മരിച്ചവളെ കർത്താവിൻ്റെ വാക്കിന് മടക്കി വരുത്തിയപ്പോൾ ഹല്ലേലൂയ, ആ ചുറ്റുപാടും നിൽക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെയും അപ്പുറത്ത് കണ്ണുകൊണ്ട് കണ്ട് ഹല്ലേലൂയ വിശ്വസിക്കുന്നതിലും അധികമായി വലിയൊരു അത്ഭുത പ്രവൃത്തി കർത്താവ് നടത്തി. എന്താ അതിൻ്റെ കാരണം? കർത്താവിന് ഈ അത്ഭുതത്തിൻ്റെ പുറകിൽ പറയാൻ ചിലത് ഉണ്ട്. ഇന്ന് രാവിലെയും നമ്മുടെ വീട്ടിലും നമുക്ക് വിസ്മയമുണ്ടാകുന്ന, നമുക്ക് അത്ഭുതമുണ്ടാകുന്ന ചിലത് ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത്, നമ്മുടെ തല കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. അമ്മയപ്പന്മാർക്ക് വിസ്മയമുണ്ടാകത്തക്ക രീതിയിൽ ഒരു സാഹചര്യത്തെ ദൈവം അവിടെ ഉണ്ടാക്കിയപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഹല്ലേലൂയ, യേശു വിശ്വാസത്തിൻ്റെ വാക്കാ പറഞ്ഞത്. വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ ഹല്ലേലൂയ, കുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് പലരും കരഞ്ഞു. എന്നാൽ യേശു അവിടെ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഹല്ലേലൂയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരാം. നമ്മുടെ വാ തുറന്നിട്ട് നാം എല്ലാം പോയി, എല്ലാം തീർന്നു എന്ന് പറയുകയല്ല വേണ്ടത്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. യേശു പറഞ്ഞു ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ഒക്കെ വരുമ്പോൾ ഇനി എല്ലാം കഴിഞ്ഞു, ഇനി ഒരു സാഹചര്യവും ഹല്ലേലൂയ നമുക്ക് അനുകൂലമല്ല എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ വാക്കുകളല്ല നാം പറയേണ്ടത്. അതിനെ നോക്കിക്കൊണ്ട് പറയണം, ഇതിനകത്തൂടെ ഒരു അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. ഇതിനകത്ത് ജീവനെ കൊണ്ടുവരുവാൻ കർത്താവിന് സാധിക്കും. ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇനി രക്ഷപ്പെടാൻ, ഇനി നന്നാകാൻ, ഇനി മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ല, ഒരു സാഹചര്യവും നന്നായി കാണുന്നില്ല. എന്നാലും വാ തുറന്ന് ഒരു ദൈവ പൈതൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. പാഴും ശൂന്യവുമായ ഭൂമിയുടെ മണ്ഡലത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ഇല്ലാത്തടത്തു നിന്ന് ഉള്ളതിനെ വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ വാക്യത്തിന്, വചനത്തിന് അത്ര ശക്തിയുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നാമും വചനം വായിക്കുമ്പോൾ നാം വിളിച്ചു പറയണം, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് എല്ലാം നശിച്ചു പോയാലും, എല്ലാം ഇല്ലാതായി പോയാലും, പൊടിക്കകത്തുനിന്ന് അത്ഭുതത്തെ ചെയ്യാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. അവൻ്റെ ഒറ്റ വാക്ക് മതി, ഇല്ലാത്തത് ഉളവായി വരും. ഈ രാവിലെ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നീ തീർന്നു എന്ന് പറയുന്ന പലയിടത്തും ദൈവത്തിന് തുടങ്ങാൻ സാധിക്കും. നീ സാഹചര്യങ്ങളില്ല, ഇനി നന്നാകത്തില്ല, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന അതേ സ്ഥാനത്ത് അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. ചില രോഗങ്ങളെ സൗഖ്യമാക്കാൻ യേശു മതിയായവനാ. ഇന്ന് പകൽക്കാലം ഒന്ന് വിളിച്ചു പറയുമോ? ഹല്ലേലൂയ, നാളുകളായി ഹല്ലേലൂയ ഒരുപക്ഷെ കഠിന വേദനയിൽ, പ്രതിസന്ധിയിൽ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചു പറഞ്ഞാട്ട്, എൻ്റെ കർത്താവിൻ്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. മെഡിക്കൽ സയൻസ് പറഞ്ഞു കാണും ആജീവനാന്തം ചില മരുന്ന് വേണമെന്ന്. എന്നാൽ നോക്കിയിട്ട് പറ, എൻ്റെ കർത്താവിൻ്റെ വചനത്താൽ ഹല്ലേലൂയ എൻ്റെ സർവ്വദേഹത്തിനും സൗഖ്യമുണ്ട്. എൻ്റെ ശരീരത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ഉയർച്ചയുണ്ട്, നന്മയുണ്ട്. ഹല്ലേലൂയ വിളിച്ചു പറയാൻ പറ്റുമോ? അതാ നമുക്ക് വേണ്ടത്. രണ്ടാമതായി യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം ഹല്ലേലൂയ, പലപ്പോഴും ചില ചുറ്റുപാടുകളിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധവും നമ്മുടെ വിശ്വാസത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ അഫക്റ്റ് ചെയ്യാറുണ്ട്, വിശ്വാസത്തെ സ്വാധീനിക്കാറുണ്ട്. നോക്ക്, യേശു എല്ലാവരെയും പുറത്താക്കി. എന്നിട്ട് യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന 3 പേരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നത്. പലപ്പോഴും നമ്മുടെ ഫെലോഷിപ്പ്, നമ്മുടെ കൂട്ടായ്മകൾ നമ്മെ ഹല്ലേലൂയ വിശ്വാസത്തിൽ
ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ തളർത്തുകയും ചെയ്യും. പ്രിയരെ, നിങ്ങളുടെ കൂട്ടായ്മ എങ്ങനത്തെ കൂട്ടായ്മയാ? യേശു തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ തന്നോട് കൂടെ ഇരിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, തന്നോട് കൂടെ സഞ്ചരിപ്പാനുള്ളൊരു കൂട്ടത്തെ തിരഞ്ഞെടുത്തത്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മളോട് അടുത്തിരിക്കുന്നവർ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നവരായി തീരരുത്, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ ആയി തീരരുത്. നമ്മുടെ കൂട്ടത്തിലുള്ളവർ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുന്നവരായിരിക്കട്ടെ. ഈ രാവിലെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് നല്ല കൂട്ടായ്മയില്ലയോ? നല്ല സുഹൃത്തുക്കളില്ലയോ? ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവം അങ്ങനെ ഒരു നല്ല കൂട്ടായ്മ നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. നല്ല കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ നിശ്ചയമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് പ്രവചിക്കാൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങളെ ദൈവം നടത്തും. ഇതാ മൂന്നാമതായി യേശു പഠിപ്പിക്കുന്നു, നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ നാമത്തിൽ ചില ഹല്ലേലൂയ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യണം. യേശു ഹല്ലേലൂയ ബാലയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക്. നിങ്ങൾ ചില വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കണം. എത്ര പ്രതികൂല സാഹചര്യത്തിലും വിശ്വാസത്തിൻ്റെ ചുവടുകൾ നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്തും, നിങ്ങളെ ഹല്ലേലൂയ ജീവനിലേക്ക് നടത്തും. യേശു കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്നിട്ട് കല്ലുരുട്ടി മാറ്റാനാണ് പറഞ്ഞത്. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ലാസറെ പുറത്തു വാ. ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് നമുക്കും വിശ്വാസത്തോടു കൂടെ ചിലത് ചെയ്യാം, വിശ്വാസത്തോടെ ചിലത് പ്രവർത്തിക്കാം. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. വിസ്മയം ഉണ്ടാകുമാറ് അത്ഭുതങ്ങളുടെ രാജാവ് ഇന്നും ജീവിക്കുന്നവൻ, അത്ഭുത മന്ത്രി ജീവിക്കുന്നവൻ, അവൻ നമുക്ക് വേണ്ടി മതിയായവൻ, വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.